അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ജയ്ബൂസ് ആൻഡ് കിഡീസ്. ഈ വീഡിയോ നമ്മൾ ജയ്ബൂസ് വേൾഡിലേക്കാണോ അതോ ജയ്ബൂസ് ആൻഡ് കിഡീസിലേക്കാണോ പോകുക എന്നുള്ളത് അറിഞ്ഞൂടാ. ഏതിലായാലും നമ്മൾ ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്താണ്, ഇന്നൊരു സന്തോഷമുള്ള ഡേ ആണല്ലേ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതിന്റെ സന്തോഷത്തിലാണ് എന്റെ ആറ്റമ്മയും ബബ്ലുമ്മയും ഒക്കെ. പിന്നെ എന്താ കാര്യത പറഞ്ഞു കൊടുക്കണ്ടേ ഇൻട്രോയില്. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിന് ഞങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലേ. അപ്പോൾ കാരണം അതൊക്കെ എന്താ പറയുക, കച്ചറക്കാക്ക് ഓടുന്നത് എന്തോടത്ത് എറിയണ്. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താന്ന് പറഞ്ഞു കൊടുക്കി. ഇവിടെ കാതുകുത്താൻ പോവാണ്. 2ാം പ്രാവശ്യത്തെ കാതുകുത്താണ് കേട്ടോ. ഇന്ന് എൻ്റെ ആറ്റന്റെയും ബബ്ലുവിന്റെയും കാതുകുത്ത് കല്യാണം. അത് ശരിക്കും ഇവര് 2ാമത്തെ വയസ്സിൽ ഒരു കാതുകുത്തൽ കഴിഞ്ഞതാണ് അല്ലേ. 4ലല്ല 2 2.5 ആ കാതുകുത്തി. അപ്പൊ അന്നൊരു കാതുകുത്ത് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ അന്ന് വീട്ടിൽ വന്നിട്ട് ആ സംഭവം കുത്തേന്റെ അത് ഊരി പോന്നതിന്റെ ശേഷം 2 പേരും പിന്നെ ഇടാൻ സമ്മതിച്ചില്ല. 2 ആളത് ഊരി പോന്ന്. രണ്ടാളത് ഊരി പോന്ന് പിന്നെ ഇടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ 2 ആളെ കാതു അങ്ങനെ ഉണങ്ങിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇവർക്ക് എന്നാണ് ഇവരെന്നെ കാത് കുത്താൻ പറയണത്, ഇവർക്ക് എപ്പോഴാണ് കാത് കുത്താൻ തോന്നണത് ഇങ്ങോട്ട് വേടാ. അപ്പൊ മതി ഇനി അടുത്ത കാത് കുത്തെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇവർക്ക് ഇപ്പൊ കൊറേ ആയിട്ട് കാത് കുത്താനായിട്ട് ഭയങ്കര പൂതിയാണ്. നല്ല പൂതിയാണ് ഇപ്പൊ കാത് കുത്താൻ. ഇപ്പൊ ഡെയിലി പറയുമ്പോ നമുക്ക് ഞങ്ങളെ കാത് കുത്തിത്തായോ അപ്പൊ കാത് കുത്തി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകും, കാര്യങ്ങളൊക്കെ 2-3 ദിവസത്തിനും നടക്കൂലല്ലോ. അപ്പൊ കഴിഞ്ഞ വെക്കേഷൻ ടൈമിൽ നോക്കിയ സമയത്ത് ഞങ്ങളിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വെക്കേഷനിലും ഇനിയിപ്പോ നമ്മൾ ചിലപ്പോൾ ഇവിടെ നാട്ടിലുണ്ടാവൂല. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നൊരു ക്രിസ്മസ് ലീവ് അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായാലും പറ്റിയൊരു സമയമാണ്. അപ്പൊ ഈ ക്രിസ്മസ് ലീവിന് നമുക്ക് എന്ത് ചെയ്യാം, കാതുകുത്ത് കല്യാണം അങ്ങോട്ട് നടത്താന്ന് വിചാരിച്ചു ആറ്റന്റെയും ബബുലു. അപ്പൊ നമ്മൾ സാധാരണ പോലെ വെറുതെ ഒരു കാതുകുത്തായിട്ട് നടത്തില്ല. നമ്മൾ ആറ്റക്കും ബബുലുക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി ഒരു പുതിയെണ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുപോവാന്ന് വിചാരിക്കാം. അയ്യോ എന്താ ഓളൊരു ചിരി. അപ്പൊ ഇവർക്കുള്ള പുതിയെണ്ണ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അല്ലേ, ബ്രൈഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊക്കെ ഇട്ടിട്ട് സുന്ദരികളായിട്ട് വേണം നമ്മള്. പുതിയെണ്ണ ഹീൽസ് ഇടണ്ട, സാധാരണ ഇട്ടാൽ മതി. അപ്പൊ ഇത് ഹീൽസ് ഇടാത്ത പുതിയെണ്ണ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരികളായിട്ട് നമുക്ക് കാത് കുത്താൻ കൊണ്ടുപോവുകയാണല്ലേ. എന്ന് എങ്ങനെ ഉണ്ടാവും കുത്തി കഴിഞ്ഞാല് കരയില്ലെന്ന് നോക്കട്ടെ. നമുക്ക് ആരാണ് ബരയിൽ കരയ ആരാ കരയാത്തത് എന്നുള്ളത് പറ്റണേ. എന്താ അവലൊക്കെ പ്രോമിസിനൊരു ഉറപ്പില്ലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിട്ടാ ഈ പ്രോമിസ് ചെയ്തതിൽ ഇത് ആറ്റ ഇത് ബബുലു ഇവരയിൽ ആരാണെന്ന് കാത് കുത്തുമ്പോ കരയാണ്ട് നല്ല കൂളായിട്ട് ഇരിക്കണെന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ. അറിയോ ഇതിനൊരു മൂക്കും കുത്താ അല്ലേ ഇതിന്. അപ്പൊ ആയിക്കോട്ടെ അപ്പൊ അപ്പൊ എന്തായാലും അപ്പൊ നമ്മളിന്ന് ആദ്യം ബബുലുവിനെയും ആറ്റിനെയും ഒരു സുന്ദരി കുട്ടികളാക്കിയിട്ട് മാറ്റി ഒരുക്കിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ പരിപാടി കാണാം, കാതുകുത്ത് കല്യാണം. അപ്പൊ ഇത് 2 ആളും ഡ്രസ്സൊക്കെ ഇട്ട് അല്ലേ. ഞാൻ കുറച്ച് റെഡി ആയിട്ടുണ്ട്, കുറച്ചുകൂടി റെഡി ആവാണ്ട്. തട്ടടാണ്ട് അല്ല, ആദ്യം നമുക്ക് ജ്വല്ലറീസ് ഒക്കെ ഇടല്ലേ. ജ്വല്ലറീസ് ഒക്കെ ഇടല് കഴിഞ്ഞിട്ട് ഒരു ജ്വല്ലറി ഇട്ടിക്കണേ. നല്ല ഒരുങ്ങി ചൂപ്പറൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയാവോ എന്തോ. എന്താണ് പറയാ അതിനെന്താ പറയല്ലോ, ഇടക്കി കെട്ടിയോ ഇറക്കത്താലിയോ ഇതൊക്കെ പേരുകളുണ്ട്. എന്തൊക്കെ പേരാലമ്മ, ഇതൊക്കെ പേരാണ്. ഇതെന്താണ് അത് ഇതിനോ ഇതിനെന്താ പറയാ, എന്തൊക്കെ അമ്മച്ചൊക്കെ കറക്റ്റ് ഇതിൻ്റെ ഒന്നും പേരുകൾ അറിഞ്ഞൂടാ. ഇത് എന്താണ്, ഇത് ഇറക്കത്താലിയോ പറയും, അടക്കി കെട്ടിയ ഇറക്കത്താലിയോ അങ്ങനെ എന്തൊരു പേര് പറയും. പിന്നെ ഇത് ചൂട്ടി എന്നുവെച്ചാ
അങ്ങനെ മാഷാഅല്ലാ ഇതാ നമ്മൾ ആറ്റക്കുട്ടിനെയും ബബുലിക്കുട്ടിനെയും നല്ല മണവാട്ടി പെണ്ണുങ്ങളാക്കിയിട്ട് നമ്മൾ കാത് കുത്താൻ കൊണ്ടുപോകാണ് കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ഓരോ റീൽസ് കാണുമ്പോൾ ഇവർ എന്നോട് ഇങ്ങനെ പറയും ഉമ്മച്ചിയെ ഞങ്ങളെ കാത് കുത്താൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ഇടണം കേട്ടാന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു മക്കൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന നടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാമെന്ന് അറിയില്ല. അതുപോലെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് ഡ്രസ്സൊക്കെ റെൻറ്റിന് എടുത്ത് വിടുന്ന് നമ്മളിതാ അതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം റെൻറ്റിന് എടുത്തതാണ് കേട്ടോ. ഒക്കെ എടുത്ത് വിടുന്ന് ആദ്യമൊക്കെ നമ്മൾ ഈ ഒപ്പനക്കൊക്കെ മണവാട്ടികൾ പെണ്ണുങ്ങൾ ഇടുന്ന ഡ്രസ്സുകളില്ല, അത് തന്നെയാണ് സംഭവം അത് സത്യത്തിൽ. പക്ഷേ എങ്കിൽ ഇപ്പോൾ നമ്മൾ റെൻ്റൽ ഷോപ്പിൽ ചെന്നുങ്ങാണ്ട് കാതുകുത്ത് കല്യാണത്തിനുള്ള ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവർ നേരിട്ട് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് തന്നു കിട്ടാം. വള വേണമെങ്കിൽ വള അടക്കമുള്ള സെറ്റാണ് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ റെൻറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണല്ലേ. ഇവരെ സംബന്ധിച്ചോളത്ത് കാറ്റൻ്റെയും ബബുലിനെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും കൂടുതൽ സ്കൂളിലെ പ്രോഗ്രാംസിന് അങ്ങനെയൊക്കെ റെൻ്റലിൽ നിന്നിട്ട് ഡ്രസ്സ് വാങ്ങിക്കുക, റെൻ്റൽ ഷോപ്പിൽ നിന്ന് എടുക്കുക. കാരണം അവർക്ക് ഓണത്തിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ കൂടുതലും അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ റെൻറ്റിന് എടുക്കുക. കാരണം ഇവർ ഇതുപോലെ ഈ ഒരു സ്റ്റോണുള്ള കാര്യം ഡ്രസ്സുകൾ അതുപോലെ ഓവർ എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ വർക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവർക്ക് വല്ലാതെ മേല് കുത്തണ രീതിയിലുള്ള ഡ്രസ്സുകൾ ഇഷ്ടമല്ല കേട്ടോ. ഞാനൊരു ഫോൺ വന്നിട്ട് കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ കണ്ട സീനാണ് കേട്ടത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒരാൾ അങ്ങോട്ട് ഇത് ശരിയാക്കി കൊടുക്കണം, ഒരാൾ ഇങ്ങോട്ട് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക മാഷാഅല്ലാ ഭയങ്കര രസട്ടാ. ഇവർ തമ്മിൽ ഭയങ്കര നല്ലൊരു ബോണ്ട്. നമ്മളെപ്പോഴും പറയില്ലേ ഇരട്ട കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേക ബോണ്ടായിരിക്കും. അവർ ഒരുമിച്ച് കിടന്ന് വളർന്നതല്ലേ എന്നൊക്കെ. പുതിയ എണ്ണങ്ങളായിട്ട് മാഷാഅല്ലാ. ബബുലുക്ക് ഡ്രസ്സ് കുത്തുന്നുണ്ട് തോന്നണില്ലേ. അപ്പൊ ഈ ഉള്ളിൽ ഇന്നറും കൂടി ഇട്ടിക്കണല്ലോ, അതാണ്. എൻ്റെ കുറച്ച് തോനെ വർക്ക് കൂടുതലുണ്ട് അല്ലേ, അതിൻ്റെയാണ്. ആറ്റടേന് കുറച്ച് വർക്ക് കുറവാണ് കണ്ട. എൻ്റെ കുറച്ച് വർക്ക് ഉണ്ട്. പക്ഷെ ഈ ഉള്ളിൽ ഇതിട്ടിക്കണില്ലേ, ഇന്നർ ഇട്ടിക്കണല്ലോ, പിന്നെയും കുത്തണുണ്ടാ ചൊറിയ. അങ്ങനെ ദാ രണ്ടാളെയും മണവാട്ടിയോളാക്കി റെഡിയാക്കുകയാണ് കേട്ടോ. നമ്മൾ ജുമാ സ്കരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കണം. എന്നൊരു വെള്ളിയാഴ്ച ദിവസമായിട്ട്. അപ്പോൾ ഫിനൂട്ടനും ലീനൂട്ടനും കൂടിയും പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. ഫിനു ഇപ്പോൾ ക്രിസ്മസ് ലീവായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇപ്പോഴും നമ്മളെ വീഡിയോസ് കാണുമ്പോൾ പല പല സംശയങ്ങളാണ്. എത്ര പിള്ളേരാണ് ഇവർ, ട്രിപ്പിൾസ് ആണോ എന്നൊക്കെ. ഇവർ ട്വിൻസാണ്. ഇവർ ലീനൂട്ടനും പക്ഷേ 3 ആളും സെക്കൻഡിൽ തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. ഇവരെക്കായും 11 മാസത്തെ വ്യത്യാസമുണ്ട് ലീനൂട്ടന്. പിന്നെ ഫിനൂട്ടന് ഇപ്പോൾ 10th പഠിക്കുന്നത് കേട്ടോ. ഓന് പോസ്റ്റലിലാണ്. അപ്പോൾ ഇതുപോലെ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഓൻ വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പൊ അതാ മാഷാഅല്ലാ ഇന്റെ സുന്ദരി പെണ്ണുങ്ങൾ ഇതാ ഷെട്ട് അയക്കണല്ലേ. എന്താ പറയല്ലേ നിങ്ങക്ക്, എങ്ങനെയുണ്ട് കാതു കല്യാണത്തിന് ഒരുങ്ങിയിട്ട്? ഇഷ്ടായ? രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടായ? ബബുലുക്ക് ചെറിയൊരു കുത്തലുണ്ട് അല്ലേ, രസമുണ്ട് അല്ലേ? ഇഷ്ടായ രണ്ടാൾക്കും? ഇനി കാത് കുത്തുമ്പോ കാണാ. എന്താ കാണുക? കറിയ? എന്തിനപ്പോ കറിയേണ്ട ആവശ്യം? ചെറിയൊരു ഉറുമ്പ് കുത്തണതേ ഉണ്ടാവുള്ളൂ. അപ്പൊ കരയേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ് നമുക്ക് നേരെ കാക്കും ലിനും കാക്കും പള്ളിയിൽ നിന്ന് വരട്ടെ. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അമ്മീനെ എടുക്കുക, നേരെ പോവാ. വരും ഇവിടെ ആറ്റും ബബിളിത പല രീതിയിലുള്ള വീഡിയോസും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കട്ടെ. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പോസോള്, മെയിൻ പോസോള് എങ്ങനെയൊക്കെയാണ് കാണിച്ചു കൊടുത്തേ? പിന്നെ ബബുലുവിൻ്റെ എങ്ങനെ ഇങ്ങോട്ട് വെയിലാണ്, ഇങ്ങോട്ട് എന്താണ് വെയിലില്ലാത്തോടത്ത് അല്ലെങ്കിൽ കരിയും മറ്റേ ഇത് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 2 പേരും കൂടി മത്സരമാണ് കേട്ടോ. ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞ പോലെ ഭയങ്കര മത്സരം ഒരു തമ്മിൽ. ഞാൻ പറയും 2 ആളും ഒരേപോലെ നിൽക്കണോ എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. 2 ആൾക്കും ഓരോരുത്തരുടേതായ ഓരോരോ പോസുകളുണ്ട് എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ 2 ആളും ഇതാ കുറേ വീഡിയോസൊക്കെ ഞങ്ങളതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി റീൽസൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ജയ്പൂസ് വേൾഡ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പാട് പറഞ്ഞാലേ കാത് കുത്തി വരെ പപ്പ പറഞ്ഞാളെ. അവന്റെ പഠിച്ചോനെ 2ഉം കൂടി ഇടക്കിടക്ക് ഇന്നോടാണെങ്കിലും കിച്ചുവിനോടാണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ, ഞങ്ങൾ കരയൂല എന്ന്. അപ്പോൾ ആരവാരം കൂട്ടി ഇടക്കിടക്ക് ഓല ഒരു സമാധാനിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ കരയൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാ 2 സുന്ദരി പെണ്ണുങ്ങളെ കയറ്റി ഞാനിതാ കാത് കുത്താൻ പോവാണ് കേട്ടാ. ബബുലൂട്ടിക്ക് ഇപ്പൊ തന്നെ നല്ല കുത്തലാണ് ഇത്ര.
ഞങ്ങൾ കാട് കൂട്ടുമ്പോ കരിയൂല. പഠിച്ചോനെ എന്തിനാണ് അവ ഇടക്കിടക്കുന്ന രാവിലെ തുടങ്ങിയിട്ട് ഞങ്ങള് കാത് കുത്തുമ്പോ കരയൂല, ഞങ്ങള് കാത് കുത്തുമ്പോ കരയൂല എന്ന് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയണ. എന്ത് അത് മനസ്സിലുണ്ടായാലും അത്ര കരയാതിരിക്കുള്ളൂ. അതുകൊണ്ട് ഇടക്കിടക്ക് വിളിക്കണവരോടും പറയണവരോടൊക്കെ പറയണ്ടേ ഞങ്ങള് കാത് കുത്തുമ്പോ കരയൂല, കാത് കുത്തുമ്പോ കരയൂല. എനിക്ക് പോക്ക് വലിയ സുഖമായിട്ട് തോന്നണില്ല. എന്തായാലും പോയി നോക്കട്ടെ. അപ്പൊ കാതുകുത്ത്, രണ്ടാമത്തെ കാതുകുത്താണ് ഈ പെണ്ണുങ്ങൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്, എവിടെങ്കിലും ഉണ്ടാവുമോ? ഒരു 7 വയസ്സിന്റെ ഉള്ളിൽ രണ്ടാമത്തെ കാതുകുത്താണ് ഈ 2 പെണ്ണുങ്ങൾക്ക്. ഒന്ന് കുത്തിയിട്ട് ഊരി പോന്നിട്ട് 2 പിന്നെ ഇടാൻ സമ്മതിച്ചില്ല. അലാക്കിന്റെ കരച്ചിലായിരുന്നു അന്ന് ആ സമയത്ത്. അപ്പൊ ഞാനും കിച്ചും കൂടി പറഞ്ഞത് ഇനി ഏത് സമയത്താ ഓല് ഇങ്ങോട്ട് കാത് കുത്തിരുന്ന് ആവശ്യപ്പെടണം, ആ സമയത്ത് നമുക്ക് ഇനി കാത് കുത്തി കൊടുക്കാന്ന്. അപ്പൊ എന്തായാലും ഇപ്പൊ 7 വയസ്സായ മുതൽ ഓൾക്ക് ഭയങ്കര പൂതിയാണ് കാതുത്താൻ. 5 വയസ്സിൽ തുടങ്ങിയതാണ്. എന്ത് പൂതിയാ? ശരി, 5 വയസ്സ് തുടങ്ങിയ പൂതി അത്ര ഓൾക്ക്. എന്തായാലും മല്ല നമുക്ക് നിന്ന് കുത്തി വെക്കാം അല്ലേ? കുത്തണ്ടേ കാത്, കട്ടുറുമ്പിന്റെ കാത് കുത്തണ പാട്ടേക്കാര റീൽസിന് വെക്ക ഞങ്ങള് അല്ലേ? അത് വെച്ചാ മതിയാ? കാട്ടിലെന്തൊരു മേളാങ്കം, അതൊക്കെ തന്നെ പൊക്കിരിക്കണേ. ബാബുലുട്ടിയെ നമ്മളെ ഇവിടെത്തി. ബാബുലി അവിടെ നിന്ന് കേറിട്ട് ഇതുവരെ പിന്നെ മുണ്ടിട്ടില്ല കേട്ടാ. അല്ലല്ല, ഓൾക്ക് എന്താടി എന്താ മറ്റേ എക്സൈറ്റഡ് ആറ്റൊക്കെ നല്ല ചിരി ഇട്ടാ. ബബുലു കാണുന്നുണ്ടെങ്കിൽ അയ്യോ. അങ്ങനെ ദാ നമ്മള് വളാഞ്ചേരിയിൽ എത്തിയിട്ടാ. വളാഞ്ചേരിയിലുള്ള ഹയാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് കേട്ടോ നമ്മൾ കാത് കുത്താൻ വന്നിട്ടുള്ളത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇതുണ്ട്, ആകാംക്ഷ ഉണ്ട് എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇവർക്ക് ഭയങ്കര പൊലിവാണ് കേട്ടോ. ഈ ഒരു കാത് കുത്താന ദിവസം അടുക്കും തോറും ഭയങ്കര പൊലിവായിരുന്നു. ഓരോ റീൽസ് കാണുമ്പോഴൊക്കെ പറയും, ചില സ്കൂളിലൊക്കെ പറയും, കഴിഞ്ഞ തവണ സ്കൂൾ പ്രോഗ്രാമൊക്കെ ഉണ്ടായപ്പോഴേ കാതിലൊക്കെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള കമ്മലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ടെമ്പററി ആയി യൂസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള. അപ്പം അന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കാത് കുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും കമ്മലിടാലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടെങ്കിലും. ഇന്നത്തെ ഈ ഒരു ദിവസം വന്നേക്കുന്നത് 2 ആളെ കളിയും ചിരിയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. ബബുലൂട്ടി ഒന്ന് കാറിൽ കയറിയ മുതൽ പിന്നെ ഒന്നും മുണ്ടിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴത്തിനോളം മുഖമൊക്കെ ആകെ കരിങ്ങളിച്ച പോലെ ആയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് പോലെ കാതൊന്ന് സ്പ്രേ ചെയ്യുമല്ലോ, അങ്ങനെ ഇതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് ടൈം ഒന്ന് കളിക്കണം കേട്ടോ അവരവിടെ. അപ്പോഴൊക്കെ നല്ല സന്തോഷത്തിലൊക്കെ തന്നെയാണ്. പക്ഷെ കാത് കുത്താനുള്ളതിന് ബബുലൂട്ടിന് ശരിക്കുള്ള ചിരി നിൽക്കാൻ മുഖത്ത് കാണാല്ലേ. മറ്റേത് ഓള് ഇങ്ങനെയല്ല. അപ്പൊ ഇന്ന് ഓളെ ഒരു മങ്ങിയ ചിരിയാണ് ഇപ്പൊ ശരിക്കും ആർക്കോ വേണ്ടിയിട്ട് ചിരിക്കണ പോലത്തെ ഒരു ചിരിയാണ് കേട്ടോ കാണുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ തന്ന് ഓല് ആഗ്രഹിച്ച ആ ദിവസം വന്നിക്കുകയാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അത് നേരിട്ടിട്ടുണ്ട് കണ്ടോക്കാം. അത് അവര് ഇത് വളർന്നപ്പോൾ മാറിയിട്ടുണ്ടാവില്ല അല്ലേ? കുറച്ച് മോൾക്കായിട്ടുണ്ടാവും. അന്ന് കുഞ്ഞ 2 വയസ്സിലല്ലേ, ചെറിയ എന്താ പിന്നെ അന്ന് ആ സമയത്ത് തീരെ ഊരി പോന്നപ്പോഴേ പിന്നെ തീരെ ഇടാൻ സമ്മതിച്ചില്ല, നല്ല കരച്ചിലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് പറയുന്ന സമയം വരട്ടെ, അപ്പം കുത്തിയാൽ മതി. ബാക്കിയാണ് എന്താണ് ഫോട്ടോ അല്ല, ഇത് വ്ളോഗാണ് അവര്. ആറ്റ കൈ മാറ്റിക്കോ. ആ സുന്ദരിയായല്ലോ. രാവിലെ തൊട്ട് ഞാൻ കരയൂല നടക്കുന്ന ആളാണ്. കഴിഞ്ഞല്ലോ. സെക്കൻഡ് എത്തണോ? സെക്കൻഡ്. അങ്ങനെ മാഷാ അല്ലാഹ് അതിന്റെ സുന്ദരി കുട്ടികളെ കാത് കുത്ത് കഴിഞ്ഞിട്ടാ. ഞാൻ ഷോർട്ട് വീഡിയോക്കും ലോങ് വീഡിയോക്കും ഒരുമിച്ച് എടുക്കണം. അതുകൊണ്ട് തന്നെ 2 കാതിലും കുത്തുന്നത് ഒരുമിച്ച് കണ്ടത് ശരിക്കും അവരുടെ കറക്റ്റ് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീൽസിൽ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾക്ക് യൂട്യൂബിലിട്ടുള്ള ഇൻസ്റ്റയിൽ നമ്മൾ കറക്റ്റ് റീൽസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കാണാം.
അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഇവരുടെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നേരെ പിന്നെ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നെഹദിയിൽ വന്നിട്ട് അപ്പം മന്തിയൊക്കെ കഴിക്കുകയാണ്. ഇപ്പോഴാണ് കറക്റ്റ് അവർക്ക് വേദന തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ആറ്റും ബബുലും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കാതാണെങ്കിൽ ചോത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ അവക്കെൻ്റെ ഒരു സങ്കടം ഉണ്ട്. ബബുലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വേദന ഉണ്ട് എന്ന്. ഒരുത്ത പിന്നെ അതവിടെ ഓൻ്റെ ഉമ്മിനെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പിന്നെ എന്താ പറയുക 199 ദിവസം ഓനക്ക് താലോലിച്ചാലും പൂതി വരൂല എന്ന് പറഞ്ഞ പോലെയാണ്. അത് വല്ലാത്ത വേറൊരു സാധനമാണ് കേട്ടോ. ഉമ്മാനൊക്കെ ഉണ്ട് കിട്ടിക്ക് നരച്ച് കലക്കി കൊടുത്താൽ കൊടുക്കുന്ന പറഞ്ഞ പോലെയാണ് ഓന്. അപ്പോൾ അതപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുത്തിയതാണ് കേട്ടോ. രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിണുങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ തട്ടും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൾക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ചെറിയൊരു കുത്തലും കാര്യങ്ങളുണ്ട്. പിന്നെ ഉച്ച ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് വിശക്കുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ നേരിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ദാ ഞങ്ങൾ കാതൊക്കെ കുത്തി വീട്ടിലെത്തില്ലേ. വൈറ്റ് സെലക്ട് ചെയ്തു. ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ കാത് കുത്തൽ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുത്ത? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ കാത് കുത്ത് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ആറ്റയ്ക്ക് പറഞ്ഞു കൊടുത്താ? സൂപ്പർ ആയിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഉറുമ്പടിക്കണ വേദന ഉണ്ടായിരുന്നത്? പിന്നെ ഫുഡ് കഴിക്കാൻ പോയ നേരത്താ ലിനി പറഞ്ഞൊക്കെ അതുകൊണ്ടായിരിക്കും കണ്ണീന്നൊക്കെ വെള്ളം വന്നിരുന്നെന്ന്. ഉറുമ്പടിക്കണ വേദന അതുകൊണ്ടായിരിക്കില്ലേ കണ്ണീന്നൊക്കെ വെള്ളം വന്നത് ഒരുത്തം പറയാൻ വന്നിട്ട്. എല്ലമ്മ കുട്ടികൾ നല്ല കുട്ടികളായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അല്ലേ. ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെ നമുക്ക് സഹിക്കാനുള്ള വേദന ഉള്ളൂ ഒക്കെ അല്ലേ. ചെറിയൊരു സൈക്കിള വേദന ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങള് ഇന്നത്തെ കാതുകുത്തൽ വിശേഷങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ആറ്റടിയും ബബുലുടെയും കാതുകുത്ത് വിശേഷങ്ങള്. അപ്പൊ ഇനി ഞങ്ങള് ഇനി കമ്മലൊക്കെ അവിടെ മുറിവൊക്കെ ഉണങ്ങി സെറ്റ് ആയതിന്റെ ശേഷം ഞങ്ങൾ നല്ല നല്ല കമ്മലൊക്കെ ഇടും ആറ്റും ബബുലു അല്ലേ. നല്ല ഡ്രസ്സിലൊക്കെ ഇതൊക്കെ ഉണ്ട്. ഓൾമെന്റ് ഒക്കെ ഇട്ടിട്ട് നല്ല മാച്ചിങ് ആയ കമ്മലൊക്കെ ഇടും. ഡ്രസ്സിലേക്ക് മാച്ചിങ് ആയല്ലോ അല്ലേ. ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞു. ഓൾമെന്റ് ഇട്ടാ വേഗം ഉണങ്ങും. അപ്പൊ ഞാൻ തൊടല്ലേ മുടിയൊക്കെ ഞാൻ അവിടെ മോളിക്കാക്കി നമുക്ക് ഒരു സ്ലൈഡ് കുത്താം രണ്ട് സൈഡിലും. അപ്പൊ വേഗം മുടിയൊന്നും അങ്ങോട്ട് വരാത്ത രീതിയിൽ ഉണങ്ങിക്കോളും. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മുടി ഫ്രണ്ടിലുണ്ടായ കാരണം കൊണ്ട് ബേബി ഹെയർ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വരികയാണ്. പല ബേബി ഹെയറുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ചെറിയൊരു ഹെയറാണ് അതുപോലെ അങ്ങനെ ഇറങ്ങി വരിക അല്ലേ. അപ്പൊ അത് ചെയ്യുമ്പോ തട്ടാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.